ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ആവനാഴി വീണ്ടും റിലീസിനെത്തുമ്പോൾ ഇന്നത്തെ യൂത്തിൻ്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. അതെ, നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ആ ഒരു ആവേശം നൽകുന്ന അഭിമുഖം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിലയേറിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കോരിത്തിരിച്ചു പോകുന്നു. വേറെ ഒന്നുമല്ല, 38 വർഷങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ ഈ ഒരു സിനിമ ഇന്നത്തെ യുവതലമുറ സ്വീകരിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് രസകരമായി. ഒരുപാട് പേരൊന്നും തിയേറ്ററിലൊന്നുമില്ല, വളരെ കുറച്ച് പേര് തന്നെയുള്ളൂ. പക്ഷേ കണ്ടവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അതിഗംഭീരം തന്നെയാണ്. ഒരുപാട് പേർ മമ്മൂട്ടി ഫാൻസ് തന്നെയായിരിക്കാം ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. IV ശശിയുടെ ഈ ഒരു സിനിമ ബെസ്റ്റ് മൂവിയാണ് എന്ന, അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് തന്നെയാണ്. കാരണം IV ശശിയുടെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാവാം ടി വിയിലൂടെയൊക്കെ. പക്ഷേ ഈ ഇതിനകത്ത് തന്നെ ഇവരെടുത്ത് പറയുന്നു, ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ള ഫീല് അത് ഇന്നത്തെ തലമുറയിലൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അതേപോലെ ഇത്ര ശക്തമായ ഒരു പോലീസ് ക്യാരക്ടർ, ഇത്ര ചടുലമായിട്ടുള്ള ഒരു നിമിഷം പോലും നമ്മളെ സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാത്ത ഒരു സിനിമ ഇന്ന് വിരളമാണെന്ന് തന്നെ പറയുന്നു. ഇന്ന് അവർ കാണുന്ന ഒരു സിനിമയ്ക്കും ഇത്ര പവർ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്, ബൽറാം എന്ന ക്യാരക്ടർ മലയാള സിനിമയിലെ ഏറ്റവും സൂപ്പർ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വേറൊരു പോലീസ് ക്യാരക്ടർ ഇല്ല എന്ന് പറയുമ്പോൾ പലരും പല വാദങ്ങളായിട്ട് വരുന്നുണ്ട്. കമ്മീഷണറാണ് ആകെ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം ഇന്ന് അവർ തന്നെ പറയുകയാണ്, വേറൊന്നുമല്ല, മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യം അല്ലെങ്കിൽ ശുണ്ടിയുള്ള പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൽറാം തന്നെ. എത്രത്തോളം ഗംഭീരമായിട്ടാണ് അതിനകത്തിലെ ഡയലോഗ് പ്രസൻറ്റേഷൻ, അതേപോലെ ഓരോ ക്യാരക്ടേഴ്സിനെ ആളുകൾ വ്യക്തമായി ഇവിടെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ മാത്രമല്ല, ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ ഇന്ന് മലയാള സിനിമയിലില്ല. അതായത് ക്യാപ്റ്റൻ രാജു എത്രയോ സിനിമകളിൽ കോമഡി ആയിട്ടും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുമൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം വെക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പകരം വെക്കാനായിട്ട് ഒരു വില്ലൻ കഥാപാത്രം ഇല്ല എന്ന്. എത്രത്തോളം മമ്മൂട്ടി പവർഫുള്ളായിട്ട് നിൽക്കുന്നു, അതിൻ്റെ മുകളിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വില്ലനാണ് അതിനകത്ത് നിൽക്കുന്നത്. സീമ, അതേപോലെ തന്നെ ഗീത, അങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും ഉള്ള ആളുകളുടെ കമൻറ്റുകൾ അത്ര ഗംഭീരമായിട്ട് ഒരു പോലീസ് സ്റ്റോറിയിൽ എങ്ങനെയാണ് നല്ല ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റും അല്ലെങ്കിൽ സമൂഹത്തിന് പ്രതിബദ്ധതയുള്ളതും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻറ്റ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ക്യാരക്ടർ പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് സിനിമകൾ കാണുമ്പോൾ ബാക്കിയുള്ള ക്യാരക്ടറെല്ലാം സൈഡും മെയിൻ ക്യാരക്ടറും വില്ലനും ഒക്കെ ഒരു ലെവലിൽ നിൽക്കുന്നുവെങ്കിൽ ഇതിനകത്തിൽ എല്ലാവരെയും അത്രത്തോളം ഗംഭീര അതിശക്തമായ ക്യാരക്ടേഴ്സായിട്ട്, അതായത് 2-2.5 മണിക്കൂർ കണ്ണെടുക്കാൻ കഴിയാത്ത ലെവലിലുള്ള സിനിമ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പലരും പറയുന്നു ഇതിനൊരു പ്രൊമോഷൻ ആവശ്യമായിരുന്നു. 38 വർഷങ്ങളാണ്. നമ്മളൊക്കെ ഒരു പക്ഷേ ഇത് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, കാലാഹരണപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാം. പക്ഷേ ഇതിന് കാലാഹരണപ്പെടുകയല്ല, ഇന്നും ഇതിനൊരു പ്രസൻസ് ഉണ്ട്. ഇന്ന് സ്ക്രീനിൽ മികച്ച ക്വാളിറ്റിയോടെ വരുമ്പോൾ, മികച്ച സൗണ്ട് ക്വാളിറ്റിയോടെയും വിഷ്വൽ ക്വാളിറ്റിയോടെ വരുമ്പോൾ ഈ ഒരു പോലീസ് ക്യാരക്ടർ അന്നത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ സ്റ്റൈല് കാര്യങ്ങളും, ഫോണില്ല, ഒന്നുമില്ല, ആ ഒരു സ്റ്റൈലിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോലും ആളുകളെ അത്രയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് IV ശശിയുടെ തന്നെ മികവാണ്, മമ്മൂട്ടി എന്ന നടൻ്റെ മികവാണ്. ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ നടൻ്റെയും ഒപ്പം ശ്യാം, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, ദാമോദരൻ മാഷിൻ്റെ സ്ക്രിപ്റ്റ്, അതെല്ലാം തന്നെയാണ് ആളുകളെ ഇത്രത്തോളം ഗംഭീരമായിട്ട് അടുപ്പിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ആളുകളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്ന സിനിമ തന്നെയായിരുന്നു. അത്രത്തോളം ആളുകൾ ആവേശഭരിതമായി കണ്ടിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന സിനിമ. ഇന്നും റിലീസ് ചെയ്യുമ്പോൾ, ഒരുപക്ഷെ പലവട്ടം ഇത് റിലീസ് ചെയ്യണം. ഒരിക്കൽ നമ്മൾ 95, 2000 ആ ഒരു കാലഘട്ടത്തിൽ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ തിയേറ്ററിലൊക്കെ പോയി ഇങ്ങനെ കണ്ടിരുന്നു. അതൊക്കെ അന്നൊരു ആവേശമായിരുന്നു. അതേ ആവേശം ഇന്നത്തെ ജനത ഈ ഒരു സിനിമ കാണുമ്പോൾ ലഭിക്കുന്നത് നമുക്ക് കാണാൻ വലിയ സന്തോഷം തന്നെയാണ്. അന്ന് കുഞ്ഞ് മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ക്യാരക്ടർ എങ്ങനെയാണോ, അതേപോലെ ഇന്ന് പലരുടെയും ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടറിലേക്ക് ഈ ബൽറാം തന്നെ കയറുമ്പോൾ അത് ഒന്നും പറയാനില്ല, അഭ്രപാളികൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനം എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഇന്ന് ഈ സിനിമ ഇറങ്ങിയപ്പോൾ വളരെ കുറച്ച് പേരെ ഈ സിനിമ കാണാനുള്ളൂ എന്നുള്ളത് എടുത്തു പറയാം. ഒരുപാട് ഭയങ്കര റഷോ അല്ലെങ്കിൽ ഹൗസ്ഫുള്ളോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ കാണുന്നിടത്തെങ്ങും കണ്ടിട്ടില്ല. പക്ഷേ കണ്ടിറങ്ങുന്നവരുടെ മുഖത്ത് ആ ഒരു പൂർണ്ണ തൃപ്തിയാണ്. ഒരാൾ പോലും പറയുന്നില്ല ഇതൊക്കെ എന്തിനാണ് റിലീസ് ചെയ്തേ എന്ന് ചോദിക്കുന്നില്ല. നമുക്ക് തന്നെ പലർക്കും തോന്നിയത് എന്തിനാണ് ഇതൊക്കെ റിലീസ് ചെയ്യുന്നത്, ഒരു മമ്മൂട്ടിക്ക് റിലീസിൻ്റെ ആവശ്യമില്ല എന്നറിയാം. പക്ഷേ ഇങ്ങനെയുള്ള സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇന്നത്തെ യൂത്തിന് മനസ്സിലാവുന്നുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന താരങ്ങളുടെ മൂല്യവും അന്നുണ്ടായിരുന്ന താരങ്ങളുടെ മൂല്യവും തമ്മിലുള്ള അന്തരം എത്രത്തോളം. മമ്മൂട്ടിയൊക്കെ ചുമ്മാതല്ല ഇത്രയും 10, 45, 50 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അല്ലാതെ 2000-ന് ശേഷമുള്ള സിനിമകളിലും 90-കൾക്ക് ശേഷമുള്ള സിനിമകളും മാത്രമല്ല സിനിമകൾ, അതിനു മുമ്പിറങ്ങിയതിനകത്തിൽ അത്രത്തോളം പവർഫുൾ ആയിരുന്നു മമ്മൂട്ടി. ഇതേപോലെ ഒരു ആംഗ്രി യങ് മാൻ മലയാള ഫിലിമിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ കമ്മീഷണർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും കൃത്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിടത്ത് പോലും മമ്മൂട്ടിയുടെ ഡയലോഗ് പ്രസൻസും അതേപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ആ
ടൈറ്റ് പിടിച്ചു പോകുന്ന കാര്യങ്ങളിലൊന്നും ഒരാളെയും കൊണ്ടും സാധിക്കില്ല. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് ആവനാഴിയിലെ ബൽറാം പോകുന്നത്. അയാളുടെ ജീവിതവും അയാളുടെ പെരുമാറ്റവും എല്ലാം അയാളുടെ എന്താണ് ഒരു ആംഗ്രി പോലീസുകാരൻ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള റൂഡായിട്ടുള്ള പോലീസുകാരൻ എന്നാൽ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ 2.5 മണിക്കൂർ അത് തന്നെയാണ് ബൽറാം, അതായത് ആവനാഴിയുടെ വിജയം. അങ്ങനെ ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ പൂർണ്ണ തൃപ്തിയായിട്ട് തന്നെ ഇറങ്ങുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതിനിടയിൽ ഒരുപാട് റീ റിലീസുകൾ കണ്ടു. മമ്മൂട്ടിയുടെ തന്നെ വല്യേട്ടൻ, മോഹൻലാൽ തുടങ്ങിയവരുടെയൊക്കെ സിനിമകൾ കണ്ടു. അവിടെയൊക്കെ ആളുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രസൻസ് ആളുകളുടെ മനസ്സിൽ ഇത്ര ശക്തമായിട്ടൊരു ക്യാരക്ടറിനെ 38 വർഷത്തിന് ശേഷം ഗംഭീരമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ബൽറാമിൻ്റെ പവർ തന്നെയാണ്. അതിൻ്റെ തിരക്കഥയിലെ പവറാണ്, IV ശശി എന്ന ഡയറക്ടറിൻ്റെ പവറാണ്. അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ ആ നടന ചാതുര്യം തന്നെയാണ് എന്ന് പറയാം. ഇനിയും ഇതിന് മുകളിൽ നിൽക്കാൻ ഈ 38 വർഷമല്ല, അതിൻ്റെ പിന്നോട്ട് നോക്കിയാലും ഇനിയിപ്പോൾ അതിന് ശേഷം ഇനി ഒരു 10 വർഷമോ 25 വർഷം എടുത്താലോ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ടാവുകയില്ല, കണ്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടിയെ പോലെ അത്ര പവർഫുള്ളായിട്ടുള്ള ആരെങ്കിലും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആളുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ, ഒരു മമ്മൂട്ടി ഫാനായി നിങ്ങൾ സിനിമ കാണാൻ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ മമ്മൂട്ടി എതിരാളിയായിട്ട് പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇൻസ്പെക്ടർ ബൽറാം എന്ന ക്യാരക്ടറിനെ കാണാൻ, ഒരു പോലീസ് വേഷം ആ ഒരു കാലഘട്ടത്തിൽ വന്നത് എങ്ങനെ ഇന്നും ഈ ഒരു പവർഫുള്ളോടെ നിൽക്കുന്നു എന്ന് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോകണം. കാരണം അത്ര പവർഫുള്ളാണ്. അതായത് IV ശശി എന്ന ഡയറക്ടറിൻ്റെ വർക്കും അപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഒരു പോലീസ് സ്റ്റോറി ആയിട്ട് പോലും അതിന് അത്രത്തോളം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ കഴിഞ്ഞു. അതുമാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഇഷ്യൂവിനെയാണ് ഇതിനകത്തിൽ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. നമ്മൾ പത്രവാർത്തകളോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ എത്ര ഗംഭീരമായിട്ടാണ് അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അത് ആ സബ്ജക്റ്റ് ഇന്ന് വലിയ പുതുമയുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ല, പക്ഷേ അതിനെ ഇന്നും പുതുമ നൽകുന്നത് ഈ ഒരു പ്രകടനങ്ങൾ തന്നെയാണ്. ആ ഒരു കഥയെ മോൾഡ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ്. എന്താണേലും ആവനാഴിയുടെ റിലീസ് ഒരു രക്ഷയുമില്ലാത്ത ഐറ്റം എന്ന് തന്നെയാണ് കണ്ടിറങ്ങുന്നവർ, വിരലിൽ എണ്ണാവുന്ന കണ്ടിറങ്ങുന്നവർ പോലും പറയുന്നത് എന്ന് പറയാം. അതായത് ഇതിന് കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വരെ നമ്മൾ ഒരു റിലീസ് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്നതും. സാധാരണ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ പറയുന്നു ഇതിന് പ്രൊമോഷൻ കൊടുക്കണമായിരുന്നു. കണ്ടിറങ്ങുന്നവരുടെ തൃപ്തി തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അതെ, ഓരോ പ്രേക്ഷകൻ്റെയുമാണ് സിനിമ. അത് ഇവിടെ പ്രേക്ഷകൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഒരു പടം ചെയ്താൽ എൻ്റെ സിനിമ കുറ്റം പറയരുതെന്ന് പറയുന്ന ആളുടെയോ അല്ലെങ്കിൽ എൻ്റെ സിനിമ ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പറയുന്നതോ അല്ല. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്നവൻ്റെയാണ് ആ ഒരു സംഭവം. ആ ഒരു മനസ്സോടുകൂടി ചെയ്തിരിക്കുന്ന, ആ ഒരു മനസ്സോടുകൂടി പ്രേക്ഷകൻ പറയുന്ന സിനിമയായി മാറിയിരിക്കുന്നു ആവനാഴി. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഗംഭീരം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസ് ഇറങ്ങാം. അതായത് ഒരു വരിയിലല്ല, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ സിനിമ തോന്നിയത് എന്നുള്ളത്. ഒരിക്കലും മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ പ്രകടനമോ അല്ലെങ്കിൽ നടൻ്റെ പ്രകടനമോ അല്ല നമുക്ക് കണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമയിലെ ബൽറാമിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ബൽറാമാണോ മലയാളത്തിലെ നമ്പർ 1 പോലീസ് ഓഫീസറായിട്ട് ഇതുവരെ നമ്മൾ കണ്ടത്? നിങ്ങളൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താണ് ഗ്രേറ്റ് മീഡിയാസ്.